ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞായറാഴ്ച, ഇന്നല്ല ഞാൻ വീഡിയോ എടുക്കുമ്പോൾ ഞായറാഴ്ചയായിരുന്നു. അപ്പോൾ ഒരു സ്പെഷ്യൽ ഉണ്ടാക്കാൻ വിചാരിച്ചു. ഇവിടെ എല്ലാവർക്കും ഞായറാഴ്ച സ്പെഷ്യൽ വേണം. വേറൊന്നുമല്ല, ബീഫോ ചിക്കനോ മേടിക്കുമ്പോൾ വെറും ചോറ്, സാധാ ചോറ് ഇവിടെ വാപ്പാക്കാൻ പറ്റില്ല, മക്കൾക്കും പറ്റില്ല. അപ്പോൾ ഞാൻ നെയ്ച്ചോറോ ചിക്കൻ ബിരിയാണിയോ അങ്ങനെ അല്ലെങ്കിൽ എന്തെങ്കിലും വെക്കും. പിന്നെ കുഴിമന്തി ഇറച്ചിച്ചോറ് അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും എനിക്കിവിടെ വെക്കാൻ പറ്റില്ല. കാരണം എനിക്കത് ഇഷ്ടമല്ല. അത് കഴിക്കാൻ തോന്നണമെന്നൊക്കെ പറയുമ്പോൾ പറയൂ കേട്ടോ, വേണ്ട അപ്പം എന്നെ നോക്കണ്ട, നിങ്ങൾ വെച്ചോ, നീ വെച്ച് കഴിച്ചോ, പിള്ളേർക്കും കൊടുത്തു എന്നൊക്കെ പറയും. പക്ഷേ അപ്പോഴും ഞാൻ 2 പണി എടുക്കണം, ഇരട്ടിപ്പണി എടുക്കണം, ഞങ്ങൾക്കുള്ളതും വെക്കണം, മിക്കാക്കുള്ളത് എക്സ്ട്രാ വെക്കണം. അങ്ങനെ എനിക്കിപ്പോൾ 2 പണി എടുക്കാൻ സൗകര്യമില്ല. അങ്ങനെ കഴിക്കണം എന്നൊക്കെ വല്ലാതെ ആഗ്രഹം തോന്നുമ്പോൾ എങ്ങനെയെങ്കിലൊക്കെ എനിക്ക് കിട്ടും, എനിക്ക് പിള്ളേർക്കും കിട്ടാറുണ്ട്. അപ്പോൾ ഇറച്ചിയുടെ പണിയിലോട്ട് നോക്കാം. അപ്പം നല്ലൊരു പോത്താണോ എരുമയാണോന്നൊന്നും അറിയില്ല, എല്ലില്ലാത്ത ഇറച്ചിയാണ് മേടിച്ചേക്കുന്നത്. എല്ലുള്ള ഇറച്ചി മേടിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പകുതി മുക്കാലും എല്ലാവർക്കും മേടിക്കുന്ന ഇറച്ചിയിൽ. അപ്പോൾ ഞാൻ പറയും എല്ലില്ലാത്ത ഇറച്ചി മേടിച്ചാൽ മതി എന്ന് പറയും. അപ്പോൾ അതിലേക്ക് ഞാൻ പച്ചമസാലയൊക്കെ ചേർത്ത് കൊടുത്തു. തക്കാളി, ഇഞ്ചി, സവാള, വെളുത്തുള്ളിയൊക്കെ പച്ചമുളകൊക്കെ അരച്ചിട്ട് ചേർത്ത് കൊടുത്തു. എന്നിട്ട് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഉപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് തിരുമ്മി കൊടുക്കണം. അപ്പോൾ ഇത് തിരുമ്മി ഞാൻ കുറച്ച് നേരം വെക്കും കേട്ടോ. ബീഫ് കറി ഞാൻ 2 തരത്തിലും വെക്കാറുണ്ട്. പച്ചമസാല ഇട്ട് വേവിച്ചും വെക്കാറുണ്ട്, വേവിച്ചിട്ട് താളിക്കാറുണ്ട്. അല്ലാതെ തന്നെ താളിച്ചിട്ട് ഉടനെ തന്നെ കുക്കറിലിട്ട് അങ്ങനെയും വെക്കാറുണ്ട് ഞാൻ. അപ്പോൾ കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം അതൊക്കെ കുക്കറിലോട്ടാക്കി. അപ്പോൾ റെസ്റ്റ് ചെയ്യാൻ വെച്ചപ്പോൾ കുറച്ച് വെള്ളമൊക്കെ ആയിട്ടുണ്ടായിരുന്നു. ആ തക്കാളിയുടെയും സവാളയുടെയൊക്കെ വെള്ളമാണ് കേട്ടോ, അല്ലാണ്ട് ബീഫൊക്കെ ഊറ്റിയാണ് ഞാൻ അതിൽ വെച്ചിരുന്നത്. നിങ്ങളെല്ലാവരും വിചാരിക്കും ഞാനിത് എന്തുകൊണ്ട് പണിയിട്ടേക്കണമെന്ന്. ഞാൻ അടുക്കളയിൽ പണിയെടുക്കുമ്പോൾ ഞാൻ ഏപ്രിൽ ഇട്ടിട്ടൊക്കെയാണ് കേട്ടോ പണിയെടുക്കുന്നത്. അത് ഞാൻ തന്നെയല്ല, ഒട്ടുമിക്ക ആൾക്കാരും അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. മേത്ത് നമുക്ക് അഴുക്കാവുന്നില്ല. ഓൾറെഡി ഞാൻ ഇതിൻ്റെ വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കറിക്കൊക്കെ കുക്കറിലാക്കി, ബീഫൊക്കെ കുക്കറിലാക്കി എന്ന് വെച്ചപ്പോഴത്തേക്കും ആരെയും കാണുന്നില്ല. ഭയങ്കര ബഹളം മുകളിൽ. ഞാൻ ടെറസിൻ്റെ മുകളിൽ കയറി നോക്കിയപ്പോഴത്തേക്കും ഞങ്ങളുടെ അരിനെല്ലിക്ക പറിക്കണം എനിക്ക്. പിള്ളേരാണെങ്കിൽ സമ്മതിച്ച് കൊടുക്കണില്ല, വാപ്പി അത് മുഴുവൻ പറിക്കുന്ന പറഞ്ഞിട്ട്. മഴ പെയ്യുമ്പോൾ എല്ലാം പൊഴിഞ്ഞു പോണേന്. അപ്പം ഞാനും പറഞ്ഞിരിക്കുക അത് ഉള്ളത് അങ്ങോട്ട് പറിച്ചേക്കുക, അപ്പം നമുക്കത്, അല്ലെങ്കിൽ മഴ പെയ്താൽ അത് മുഴുവൻ പോകുമെന്ന്. അപ്പോൾ ആ സംഭവങ്ങളൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ നെയ്ച്ചോറ് വെക്കാൻ വേണ്ടിയിട്ടായി കയറുന്നത്. അപ്പോൾ നെയ്ച്ചോറ് ഇവിടെ ഒരു പ്രത്യേക തരത്തിൽ വേണം നെയ്ച്ചോറ് വെക്കാനായിട്ട്. എൻ്റെ ഇക്കാക്ക് നെയ്ച്ചോറ് കളർഫുള്ളായിരിക്കണം, നമ്മുടെ ഫ്രൈഡ് റൈസ് കളർഫുള്ളായിരിക്കണ പോലെ നെയ്ച്ചോറും കളർഫുള്ളായിരിക്കണം. എങ്കിലേ തിന്നാനൊരു ഗുമ്മുള്ളൂ എന്ന് പറയും, സുമാറുള്ളൂ എന്ന് പറയും. അങ്ങനെ ഡാൾഡയൊക്കെ ഇട്ട് കൊടുത്തു. അത് മെൽറ്റായി. ഡാൾഡ ഉണ്ടോ ഞാൻ ഇട്ടത്. അത് ഫ്രിഡ്ജിൽ എനിക്ക് നോമ്പിൻ്റെ കിറ്റിൽ നല്ലൊരു വലിയൊരു പാക്കറ്റ് ഡാൾഡ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ചീത്തയായി പോകണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഫ്രിഡ്ജിലാക്കി വെച്ചിരിക്കണം. അതാണ് ആ കട്ടയിട്ടിരിക്കണത് കേട്ടോ. അങ്ങനെ മസാലക്കൂട്ടുകളൊക്കെ ഇട്ട് കൊടുത്തു. ഞാൻ അരി വറുത്തിട്ടാണ് ഞാൻ നെയ്ച്ചോറ് വെക്കണത്. ചിലർ കുക്കറിൽ അങ്ങനെ തന്നെ ഇടും. അരി വറുക്കാതെയും ഞാൻ നെയ്ച്ചോറ് വെക്കും. തിളച്ച വെള്ളം ഒഴിച്ചിട്ടോ അല്ലെങ്കിൽ ചൂടുവെള്ളത്തിലേക്ക് അരി ഇട്ടിട്ടൊക്കെ അങ്ങനെ ചെയ്യാറുണ്ട്. അപ്പോൾ ഇന്നിപ്പോൾ അരി വറുത്തിട്ട് വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അരി നന്നായിട്ട് വറുത്ത് കൊടുക്കുന്നതിൻ്റെ ഇടയിൽ ഞാൻ വെള്ളമൊക്കെ ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ വെള്ളം തിളച്ച് കഴിയുമ്പോഴത്തേക്കും ആ വെള്ളം ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കും. നിങ്ങൾ ചിലരെങ്കിലും വിചാരിക്കും ഇവളെന്താ ഞങ്ങളെ നെയ്ച്ചോറ് വെക്കാൻ പഠിപ്പിക്കണേന്നാന്ന്. അങ്ങനെയൊന്നും അല്ല കേട്ടോ. ഞാൻ വെക്കുന്നൊരു സ്റ്റൈല് വേറെയാണ്. പല സ്ഥലത്തും ഞാൻ അങ്ങനെ നെയ്ച്ചോറ് ഇതേ രീതിയിൽ വെച്ച് കണ്ടിട്ടില്ല. അപ്പം ഞാൻ വെക്കുന്നൊരു സ്റ്റൈല് വേറെ ആയതുകൊണ്ട് നിങ്ങളോട് പ്രസൻറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു, അത്രേ ഉള്ളൂ. ഇതെൻ്റെ വീടിൻ്റെ ബാക്ക് വശത്ത് നിൽക്കുന്നൊരു ചെടിയാണ് കേട്ടോ. എനിക്ക് പരിചയമൊരുത്താൻ്റെ അടുത്ത് ഞാൻ എടുത്തുകൊണ്ട് വന്നതാണ്. കുറേ നാൾ തപ്പി നടന്നിട്ട് കിട്ടിയൊരു ഇലയാണിത്. ഇത് ബിരിയാണിയിലും നെയ്ച്ചോറിലൊക്കെ ഇട്ടാൽ സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും, നല്ല സ്മെല്ലായിരിക്കും. നിങ്ങൾ ഒട്ടുമിക്ക ആൾക്കാർക്കും അറിയാനൊക്കെ പറ്റുമായിരിക്കും. പിന്നെ എൻ്റെ ഇക്കാക്ക് ഇതിൽ ക്യാരറ്റ് ഇടണം, അത് മസ്റ്റാണ്. നെയ്ച്ചോറിൽ ക്യാരറ്റ് ഇട്ട് ആരെങ്കിലും കേട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, പക്ഷേ ക്യാരറ്റ് ഇടണം. മറ്റേ ബീൻസ് ഉണ്ടായിരുന്നെങ്കിൽ ബീൻസും ഒക്കെ ഇടിപ്പിക്കുമായിരുന്നു. അപ്പോൾ ഇക്കാക്ക് ഇങ്ങനത്തെ കുറച്ച് ഐറ്റംസുകളൊക്കെ വേണം. ക്യാപ്സിക്കം ഉണ്ടെങ്കിൽ അതും ഇട്ടോളാൻ പറയും, കുനുകുനായിട്ട് അരിഞ്ഞിട്ട് ഇട്ടോളാൻ പറയും. ഇക്ക തന്നെയാണ് എനിക്ക് ഈ സംഭവങ്ങളൊക്കെ അരിഞ്ഞൊക്കെ തരുന്നതും. അരി വറുത്ത് കഴിഞ്ഞപ്പോഴത്തേക്കും, അരി വറുക്കുന്ന പറഞ്ഞാൽ വല്ലാതെ വറുക്കുകയല്ല കേട്ടോ, അത് വറുത്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ തിളച്ച വെള്ളം അതിലോട്ട് ഒഴിച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഉപ്പൊക്കെ നോക്കണം, ഇളക്കിയിട്ട് ഉപ്പ് നോക്കണം. വെള്ളത്തിന് അത്യാവശ്യം നല്ല ഉപ്പൊക്കെ ഉണ്ടെങ്കിൽ, നല്ല ഉപ്പല്ല, നമ്മൾ ചോറിന് വേണ്ട ഉപ്പൊക്കെ ഉണ്ടെങ്കിൽ നമുക്കത് ഇട്ട് കൊടുക്കാം. പിന്നെ ഞാൻ ഒരു കുഞ്ഞ് ഉണക്കനാരങ്ങ ഇട്ട് കൊടുക്കും. ഉണക്കനാരങ്ങയൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും കേട്ടോ നമ്മുടെ നെയ്ച്ചോറിന്. പിന്നെ ഞാൻ കച്ചമ്പർ ഉണ്ടാക്കുന്നത് സവാള ഇങ്ങനെ ഗ്രേറ്റ് ചെയ്തിട്ടാണ്. അപ്പോൾ സവാള ഗ്രേറ്റ് ചെയ്യുമ്പോൾ കച്ചമ്പർ നല്ല കുഴന്നിരിക്കും.
തൈരൊക്കെ ഒഴിച്ച് കഴിയുമ്പോഴത്തേക്കും നല്ല കുഴമ്പം പരുവത്തിലിരിക്കും, നല്ല ടേസ്റ്റ് ആയിരിക്കും. നിങ്ങളിങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ക്യാരറ്റ് അങ്ങനെ തന്നെയായിട്ട് ഗ്രേറ്റ് ചെയ്തിട്ട് തന്നെയായിട്ട് ഞാൻ ഇടുന്നത്. പിന്നെ കുറച്ച് പച്ചമുളകൊക്കെ ഇട്ട് കൊടുത്തിട്ട് നമ്മുടെ തൈര് ഒഴിച്ചു കൊടുക്കും. ഞാൻ ഈ തൈരല്ല സാധാരണ യൂസ് ചെയ്യുന്നത്, എനിക്ക് ഈ തൈര് കിട്ടിയുള്ളൂ. ഞാൻ മിൽമയുടെ പാക്കറ്റ് തൈരാണ് യൂസ് ചെയ്യണത്, അധികം പുളിയില്ലാത്ത തൈരാണ് ഞാൻ യൂസ് ചെയ്യണത് കച്ചമ്പറിനൊക്കെ. പിന്നെ കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുത്ത് കഴിയുമ്പോൾ നമ്മുടെ കച്ചമ്പറ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചോറ് വെന്താന്നൊന്ന് നോക്കാം. അപ്പോൾ ചോറ് ഞാൻ തുറന്നു നോക്കിയപ്പോഴത്തേക്കും നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഞാൻ 1 കിലോ വെച്ചുള്ളൂ, 1 കിലോ മതിയായിരുന്നു ഞങ്ങൾക്ക്. സാധാരണ ഞാൻ കൂടുതൽ വെക്കാറുണ്ട്, മിക്കപ്പോഴും വെക്കുമ്പോൾ കൂടുതലാവും. അപ്പോൾ പിന്നെ ഞാൻ ഈ പ്രാവശ്യം കുറച്ച് വെച്ചു. അപ്പോൾ എല്ലാം വെന്തിട്ടുണ്ട്, നന്നായിട്ട് വെന്തിട്ടുണ്ട്. കുറച്ച് നെയ്യൊക്കെ ഇട്ട് കൊടുത്തു ഞാൻ രണ്ടാമത്. അത് കഴിഞ്ഞിട്ട് ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കണമെങ്കിൽ ചിലപ്പോൾ വൈകുന്നേരമൊക്കെ ആകുമ്പോൾ ചോറ് കട്ട പിടിക്കാൻ സാധ്യതയുണ്ടാകും. അപ്പോൾ നമ്മൾ ചോറ് ചൂടോടെ തന്നെ നമ്മൾ ഇളക്കി കൊടുക്കണമെങ്കിൽ വൈകുന്നേരമൊക്കെ ആകുമ്പോഴത്തേക്കും കട്ട പിടിക്കില്ല ചോറ്. പിന്നെ നമ്മളുടെ ഒരാളെ കുക്കറിലാക്കി വെച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ ബീഫിനെ. അപ്പോൾ നമുക്ക് ആ ബീഫ് ഒന്ന് താളിക്കാം. ആദ്യം നമ്മൾ പച്ച മസാല മാത്രം ഇട്ടിട്ടല്ല താളിച്ചിരുന്നത്. ഇപ്പോൾ നമുക്ക് മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, ഇറച്ചി മസാലയൊക്കെ എല്ലാം കൂടി ഇട്ടിട്ട് താളിക്കാം. അപ്പോൾ പച്ചമണം മാറണവരെ നമുക്ക് ആ മസാലയൊക്കെ ഒന്ന് ഇളക്കി കൊടുത്തു. അപ്പോൾ പച്ചമണമൊക്കെ മാറി അത് ഞാൻ കറിയിലോട്ട് ഇട്ടിട്ട് ഇളക്കി കൊടുത്തു കേട്ടോ. അപ്പോൾ ഇറച്ചി ഞാൻ കുറച്ചും കൂടി വേവിക്കും, 1 വിസിൽ 2 വിസിൽ വേവിക്കാനുള്ള പാകത്തിലായിരിക്കും എടുക്കുന്നത്. അപ്പോൾ മസാലയും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷമായിരിക്കും പിന്നെ ഞാൻ ഒരു 1-2 വിസിലും കൂടി വെക്കുന്നത്. ബീഫിന് നല്ല വെള്ളം ഉണ്ടായിരുന്നു. ഞാൻ ഒരു തുള്ളി വെള്ളം പോലും ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. കറിയിലോ അല്ലെങ്കിൽ ബീഫ് വെക്കുമ്പോഴോ ഒന്നും പച്ച മസാല ഇടുമ്പോഴൊന്നും ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ബീഫിന് നല്ല വെള്ളമുള്ളതുകൊണ്ട് അത്യാവശ്യം ചാറും ഉണ്ടായിരുന്നു. അപ്പോൾ കച്ചമ്പറ് ടേസ്റ്റ് ചെയ്യാനൊക്കെ വന്നു അതിൻ്റെ ഇടയിൽ. അപ്പം ഞാൻ ചോറിൽ കുറച്ച് മല്ലിയിലേക്ക് ഇട്ട് കൊടുത്തു. കശുവണ്ടി മുന്തിരി അതൊന്നും അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഞാൻ ചെയ്യാറില്ല, എപ്പോഴും ഇത് ഉണ്ടാക്കാറുണ്ട്. അതാറും കൊണ്ട് ഞാൻ അതിന് വലിയ മെനക്കെടാറില്ല. കാരണം വൈകുന്നേരം ആകുമ്പോഴത്തേക്കും അതിലെ കശുവണ്ടി മുന്തിരി ഒന്നും കാണില്ല. അപ്പോൾ ചോറൊക്കെ വിളമ്പി ഞങ്ങൾ കഴിക്കാനൊക്കെ ഇരുന്ന് ഞായറാഴ്ച. അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങളുടെ സ്പെഷ്യലുകൾ എന്നൊക്കെ പറയണത്. എൻ്റെ വീഡിയോയും എൻ്റെ ബീഫ് കറിയും നെയ്ച്ചോറും ഒക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോസൊക്കെ എല്ലാവരും കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരും വീഡിയോസ് കാണുന്നുണ്ട്, അപ്പോൾ അവരും സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്തവരെല്ലാവരും എൻ്റെ വീഡിയോസ് കാണണം. താങ്ക് യു. നിങ്ങളുടെ സപ്പോർട്ടാണ് എൻ്റെ വിജയം. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം.